നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പ്രതിഷേധിക്കുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിക്കുന്നതിനെതിരെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി കഴിഞ്ഞ ദിവസം നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ച് മണിക്കൂറുകളോളം തലസ്ഥാനത്തെ യുദ്ധക്കളമാക്കിയിരുന്നു. അക്രമാസക്തരായ പ്രവർത്തകർ സെക്രട്ടേറിയറ്റിനുള്ളിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചു. അറസ്റ്റ് ചെയ്ത് നീക്കാൻ ശ്രമിച്ച പ്രവർത്തകരെ പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ മോചിപ്പിക്കുകയും ചെയ്തു. അതിനുശേഷം യൂത്ത് കോൺഗ്രസ് മാർച്ചിൽ സംഘർഷമുണ്ടായ സംഭവത്തിൽ തന്നെ ഒന്നാം പ്രതിയാക്കി പോലീസ് കേസെടുത്തതിൽ പ്രതികരണവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്ത് വന്നിരിക്കുകയാണ്. ഞാൻ പേടിച്ചു പോയെന്ന് മുഖ്യമന്ത്രിയോട് പറഞ്ഞേക്കണമെന്ന ഒറ്റ വരി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു സതീശന്റെ പ്രതികരണം. സതീശന് പിന്തുണ പ്രഖ്യാപിച്ച് നിരവധി പ്രവർത്തകരാണ് പോസ്റ്റിന് കമന്റ് ചെയ്തിരിക്കുന്നത്. ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് കന്റോൺമെന്റ് പോലീസ് സതീശനെതിരെ കേസെടുത്തിരിക്കുന്നത്. ഇതിന് പിന്നാലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ വെല്ലുവിളിയെ പരിഹസിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനും രംഗത്തെത്തിയിരുന്നു. യൂത്ത് കോൺഗ്രസിന് അവരുടെ പ്രതാപകാലത്തെ പേടിച്ചിട്ടില്ലെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. പിന്നെയാണ് ഇപ്പോൾ പേടിക്കുന്നതെന്ന് മുഖ്യമന്ത്രി ചോദിച്ചിരുന്നു. ഭീരുവായ മുഖ്യമന്ത്രി എന്ന വി ഡി സതീശന്റെ പ്രസ്താവനയ്ക്കായിരുന്നു പിണറായി വിജയന്റെ മറുപടി. തനിക്ക് സതീശന്റെ അത്ര ധൈര്യമില്ലെന്നാണ് മുഖ്യമന്ത്രി പരിഹാസ രൂപേണ പറഞ്ഞത്. KPCC പ്രസിഡന്റ് സുധാകരനോട് ചോദിച്ചാൽ തനിക്ക് ഭയമുണ്ടോ എന്ന് അറിയാമെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. വി ഡി സതീശിന് പുറമെ ഷാഫി പറമ്പിൽ, എം വിൻസെന്റ്, രാഹുൽ മാങ്കൂട്ടത്തിൽ തുടങ്ങി 30 പേരെ പ്രതി ചേർത്തിട്ടുണ്ട്. കണ്ടാൽ അറിയാവുന്ന 300 പേരെ പ്രതി ചേർക്കും. പൊതുമുതൽ നശിപ്പിച്ചത് ഉൾപ്പെടെയുള്ള കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. പിടിയിലായ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ AR ക്യാമ്പിൽ നിന്ന് ചാടിപ്പോയതിനടക്കം 5 കേസുകളുണ്ട്. പോലീസിന്റെയും ഡിവൈഎഫ്ഐയുടെയും മർദ്ദനത്തിനെതിരെ ബുധനാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തിയത്. ബുധനാഴ്ച ഉച്ചയോടെ സെക്രട്ടേറിയറ്റിനും DCC ഓഫീസിന് മുന്നിൽ നടന്ന സംഘർഷവുമായി ബന്ധപ്പെട്ടാണ് പോലീസ് കേസുകൾ എടുത്തിരിക്കുന്നത്. 2 ബസ്സുകളും പിങ്ക് പോലീസിന് ഒരു കാറും പ്രതിഷേധക്കാർ അടിച്ചു തകർത്തിരുന്നു. അക്രമ സംഭവങ്ങളിൽ പൂജപ്പുര CI റോജ, കന്റോൺമെന്റ് SI ദിൽജിത്ത് തുടങ്ങിയ 8 പോലീസുകാർക്ക് സാരമായി പരിക്കേറ്റിട്ടുണ്ട്. സെക്രട്ടേറിയറ്റിന് പുറമെ 564 പോലീസ് സ്റ്റേഷനുകളിലേക്കും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തിയിരുന്നു. വിവിധ സ്റ്റേഷനുകൾക്ക് മുൻപിലും പോലീസ് കോൺഗ്രസ് പ്രവർത്തകരും ഏറ്റുമുട്ടിയിരുന്നു. പോലീസ് പിടികൂടിയ പ്രതികൾ രക്ഷപ്പെട്ട് DCC ഓഫീസിൽ ഒളിച്ചതുമായി ബന്ധപ്പെട്ട് പോലീസും കോൺഗ്രസ് പ്രവർത്തകരുമായി വീണ്ടും സംഘർഷം ഉടലെടുത്തിരുന്നു. DCC ഓഫീസിലേക്ക് കടന്നു കയറാൻ ശ്രമിച്ച പോലീസിനെ വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് നേതാക്കൾ തടയുകയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് മണിക്കൂറുകളോളം വീണ്ടും DCC ഓഫീസിന് മുന്നിൽ സംഘർഷം നിലനിന്നു. കഴിഞ്ഞ കുറെ നാളുകൾ വരെ കടലാസ് പോലും ചുരുട്ടെറിയരുത് എന്നാണ് ഇവരോട് പറഞ്ഞിരുന്നത്. അത് മാറ്റി പറയാനാണ് കഴിഞ്ഞ ദിവസം അവിടെ സതീശൻ വന്നിരിക്കുന്നത്. ഇനിയും നോക്കി നിൽക്കാനാകില്ല. പിന്നീട് കണ്ടത് തീയായി മാറുന്ന ഒരു പ്രതിപക്ഷത്തെയാണ്. ഏതായാലും തിരിച്ചടിക്കാൻ ഒരുങ്ങിയിറങ്ങിയ പ്രവർത്തകരെയാണ്. പരിക്കേറ്റ വനിതാ പ്രവർത്തകരെ തടഞ്ഞു വെച്ചപ്പോഴും അയാൾ ഓടിയെത്തിയിരുന്നു. ഔദ്യോഗിക വാഹനത്തിൽ തന്നെ അവരെ സുരക്ഷിതരാക്കി. ഉദ്ഘാടനവും കഴിഞ്ഞ് മാസ് ഡയലോഗും അടിച്ച് പൊടിയും തട്ടി പോവുകയല്ല അയാൾ ചെയ്തത്. തുടക്കം മുതൽ ഒടുക്കം വരെ കൂടെയുണ്ടായിരുന്നു. ഈ കാണിക്കുന്ന അധികാര ഹുങ്ക് ഇനിയും ഏറെ നാൾ ജനം വെച്ചു പൊറുപ്പിക്കില്ല. പോരാട്ടങ്ങൾ തുടരുക തന്നെ ചെയ്യും എന്ന മുന്നറിയിപ്പാണ് ഇനി പ്രതിപക്ഷം നൽകാൻ പോകുന്നത്.